അപ്രതീക്ഷിതമായി കടുത്ത പോലീസ് സുരക്ഷയ്ക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസ് വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി അതിനുള്ളിലേക്ക് പൊതിച്ചോ കൈമാറുന്ന നീക്കമാണ് നടത്തിയത്. വലിയ പോലീസ് ബന്ധത്തിന് നടുവിലൂടെയാണ് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങിയത്. കൂടുതൽ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തിക്കൊണ്ട് പോലീസ് വാഹനം രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് യുവമോർച്ചയും ഡിവൈഎഫ്ഐയും അടക്കമുള്ള സംഘടനകൾ നടത്തുന്നത്. ഡിവൈഎഫ്ഐക്കാരാവട്ടെ പൊതുച്ചോറ് വാഹനത്തിനുള്ളിലേക്ക് എത്തിച്ചുകൊണ്ടൊക്കെയാണ് പ്രതിഷേധം നടത്തുന്നത്. നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെതിരേക്ക് വലിയ വിമർശനം നടത്തി വന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. വലിയ പണിപ്പെട്ടാണ് പോലീസ് രാവിലെ മുതൽ രാഹുലിനെ ഓരോ സ്ഥലങ്ങളിലും എത്തിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വലിയ പ്രതിഷേധം, കാരണം മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുലിന് പ്രതിരോധം സൃഷ്ടിക്കാൻ കോൺഗ്രസ്സുകാരുമില്ല ഇപ്പോഴെന്നത് മനസ്സിലാക്കണം. നേരത്തെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ചില ആളുകളുടെയൊക്കെ പിന്തുണ രാഹുലിനുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും പാർട്ടിയും കൈവിട്ട നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ രാഹുലിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, പോലീസ് ഏറെ പണിപ്പെടുന്നുണ്ട്. അവിടെയും സമാനമായ സാഹചര്യമാണോ? പ്രതിഷേധക്കാരുടെ വലിയ കൂട്ടമുണ്ടോ അവിടെ? രഞ്ജിത്തെ, ആശുപത്രിയിലെ പ്രതിഷേധം അല്പസമയത്തിനകം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ മജിസ്ട്രേറ്റിന്റെ ബസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്നും തിരിച്ചിട്ട് അല്പസമയത്തിൽ എത്തിച്ചേരും. വലിയ ദൂരമല്ല, 1 കിലോ ചുറ്റളവിലാണ് ഈ വീടുള്ളത്. എന്തായാലും പെട്ടെന്ന് എത്തിച്ചേരും. എന്തായാലും ഇവിടെ പ്രതിഷേധക്കാരെ ആരെയും കാണാനില്ല. പക്ഷേ അപ്രത്യക്ഷമായി പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ബസ്സിൽ എത്തിച്ചിരിക്കുന്നു. ഈ വലിയ പ്രതിഷേധക്കാരോ ആരുമില്ല. പക്ഷേ അതേ പോലീസ് ഉണ്ട്. പോലീസിന്റെ ഒരു സംരക്ഷണം ഉണ്ട്. പക്ഷേ മറ്റ് പ്രതിഷേധങ്ങളൊന്നും തന്നെ രാഹുൽ ഇപ്പോൾ ഈ ബസ്സിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുള്ള പോലീസ് സംഘമെത്തും. വലിയ പ്രതിഷേധം ഈ മെഡിക്കൽ പരിശോധനയിലുടനീളം രാഹുലിനെതിരെ ഉണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ കൂട്ടമായി സംഘടിച്ചു വന്ന് രാഹുലിനെതിരെ വലിയ പ്രകടനം നടത്തുന്ന സാഹചര്യം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. പാലക്കാട്ട് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ്, BJPയുടെ പ്രതിഷേധമാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിൽ യുവജനങ്ങൾ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ കുടുങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. രാത്രി 12:30 മണിയോടുകൂടി ഹോട്ടലിലെത്തി പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി രാഹുലിനെ എത്തിക്കുന്ന കാഴ്ച അല്പസമയത്തിനും തന്നെ കാണാം. മജിസ്ട്രേറ്റിന് മുമ്പിൽ രാഹുലിനെ എത്തിച്ചു. ശശിനാരായണൻ അവിടെ എത്തിച്ചോ? ശരണിലേക്ക് വരാം. രാഹുലിനെ റിമാൻഡ് ചെയ്യുമോ? പോലീസ് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ബലാത്സംഗ കേസിൽ കുടുങ്ങിയ രാഹുലിന് ഇനി മുന്നിലുള്ളത് നിയമവഴി മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 6 മണിക്കൂറോളമാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. വൻ പ്രതിഷേധം പുറത്തിറക്കിയപ്പോൾ യുവജന സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന്, പ്രതിഷേധത്തിന് ഒരു കുറവുമില്ല. യുവമോർച്ചയുണ്ട്, DYFI ഉണ്ട്, കരിങ്കൊടി കാണിക്കുന്നു, പൊതുച്ചോറ് കാട്ടുന്നു. അങ്ങനെ വലിയ
പ്രതിസന്ധി നേരിടേണ്ടി വന്നു അല്ലേ SIT അല്ലെങ്കിൽ പോലീസ് സംഘത്തിന് രാഹുലിനെ ഒന്ന് പുറത്തിറക്കാൻ? രഞ്ജിത്ത്, ഏതാണ്ട് 1 മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വന്നു പോലീസിന് ആശുപത്രി പരിസരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്കിറക്കാൻ. കാരണം പ്രതിഷേധം ഉറപ്പായും പരിധി കടന്ന് മറ്റൊരു തരത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അത് വലിയ തരത്തിൽ വെല്ലുവിളിയായി മാറിയത്. തീർച്ചയായിട്ടും പോലീസ് കൃത്യമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ട് പരിശോധന നടത്താൻ തയ്യാറായതുകൊണ്ടാണ് കൃത്യമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ റോഡിന് ഇരുവശത്തും വാഹനം കടന്നു പോകുന്ന വഴിയിലുമൊക്കെ വിന്യസിക്കുന്ന കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. അത്രയധികം പ്രവർത്തകർ തിങ്ങി നിൽക്കുകയായിരുന്നു റോഡിന് ഇരുവശത്തും. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴും എവിടേക്കായിരിക്കും പോവുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അവിടേക്ക് അദ്ദേഹത്തെ രാഹുലിനെ എത്തിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൊട്ടാരക്കരയോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അതിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. അല്പസമയത്തിനകം അതിലൊരു ധാരണയുണ്ടാകും. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുകയുള്ളൂ എന്ന് ഉറപ്പായി കഴിഞ്ഞു. പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം എന്തായിരിക്കും തീരുമാനം, കോടതിയുടെ തീരുമാനമെന്ന് വ്യക്തമാകും. ഇന്നലെ രാത്രി 12:30 അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ AR ക്യാമ്പിൽ എത്തിച്ചു. അതിനുശേഷം AIG പൂങ്കുഴലി അവിടെ എത്തി 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലുമായി രാഹുൽ കാര്യമായി സഹകരിച്ചില്ല. ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ ഒന്ന് അമ്പരന്നു. അതിൽ കൃത്യമായ സംഭാഷണങ്ങളും മറ്റ് തെളിവുകളും മറ്റും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് രാഹുലിനെ എത്തിച്ച പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യ 2 കേസുകളിൽ മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ രക്ഷപ്പെട്ടു എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാമത്തെ കേസിൽ വളരെ വിദഗ്ധമായി കൃത്യമായ ധാരണയോടെ പോലീസ് കുടുക്കിയ ഒരു പശ്ചാത്തലം കൂടിയാണ് ഇന്നലെയും ഇന്നുമായി സംഭവിച്ചത്. അതിനുശേഷം നിയമവഴി, നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.